സ്പ്ലങ്ക് എന്റർപ്രൈസ് ഡൗൺലോഡ് ചെയ്യാം. അതേപോലെ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തേക്കണം. ഉബുണ്ടു എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതാണ്. നമ്മൾ നമ്മുടെ വിൻഡോസ് ഉണ്ടല്ലോ, നമ്മുടെ ഹോസ്റ്റ് മെഷീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് മെഷീൻ വിൻഡോസ്, അതാണ് നമ്മൾ എന്റർപ്രൈസ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. എന്റർപ്രൈസ് എവിടെയാണോ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അതാണ് എന്ത്, നമ്മളുടെ സർവർ എന്ന് പറയുന്നത്. ബാക്ക് അതാണ്. അവിടേക്കാണ് എന്ത് വരേണ്ടത്, പല ഡിവൈസുകളിൽ നിന്നുള്ള ലോഗുകൾ വരേണ്ടത് എങ്ങോട്ടാണ്, ഈ സർവറിലേക്കാണ്. അപ്പൊ സ്പ്ലങ്കിന്റെ ആ സർവറിനെയാണ്, സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ആ സർവറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്ലങ്ക് എന്റർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് സ്പ്ലങ്ക് എന്റർപ്രൈസ് എവിടെ ഇൻസ്റ്റാൾ ചെയ്യണം, വിൻഡോസിൽ ഇൻസ്റ്റാൾ ചെയ്യണം. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട ടാസ്ക്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, സ്പ്ലങ്കിലേക്ക്, ഈ പറയുന്ന സ്പ്ലങ്ക് എന്റർപ്രൈസിലേക്ക് ലോഗുകൾ എവിടുന്നാ കൊണ്ടുവരിക, മറ്റു ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ നിന്നാണ് ലോഗുകൾ കൊണ്ടുവരേണ്ടത്. ഓക്കെ, അത് നമ്മൾ തന്നെ കോൺഫിഗർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുക, ഒരു വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ഈ ഉബുണ്ടുവിൽ നിന്നും വിൻഡോസ് 10 നിന്നും ലോഗുകൾ എവിടെ വരുത്തിക്കും, നമ്മളുടെ സ്പ്ലങ്ക് എന്റർപ്രൈസിൽ വരുത്തിക്കും. സോ വിർച്വൽ ബോക്സിൽ നമ്മൾ എന്തൊക്കെ ഹോസ്റ്റ് ചെയ്യണം, ഒരു ഉബുണ്ടും വേണം, വിൻഡോസ് 10 വേണം. ഓക്കെ, ചിലപ്പോൾ രണ്ടും നമുക്ക് അറ്റ് എ ടൈം പോസിബിൾ ആവാത്തത് കൊണ്ട് ഫസ്റ്റ് നമ്മൾ ആര് ചെക്ക് ചെയ്യാണ്, ഉബുണ്ടു വെച്ചിട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്യും. ഓക്കെ, പറ്റാത്തവരുടെ ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഉബുണ്ടു പിന്നെ മാറ്റിയിട്ട് വിൻഡോസ് 10 ചെയ്താൽ മതി. പറ്റാത്ത ഡിവൈസുകൾ ഉണ്ടെങ്കിൽ, പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടും ഒരുമിച്ച് ചെയ്യാം. ഇനി ഇത് രണ്ടും ഒരുമിച്ച് ഓണാക്കി മാത്രം പോരാ, നമുക്ക് എന്ത് ചെയ്യണം, വെറുതെ ലോഗുകൾ വരുത്തിയാൽ മതിയോ, അല്ല, നമുക്ക് അറ്റാക്ക് നടത്തിയിട്ട് റിയൽ ടൈം എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിയൽ ടൈം അറ്റാക്ക് നടത്തണം. സോ നമ്മൾ എന്ത് ചെയ്യും, ഉബുണ്ടുവിൽ നിന്ന് വരുന്ന ലോഗുകൾ ഉണ്ടാവുമല്ലോ, അപ്പൊ ഉബുണ്ടുവിൽ ഒരു വൾണറബിലിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ കാൽ യൂസ് ചെയ്തിട്ട് എങ്ങോട്ടേക്ക് നടത്തും, ഉബുണ്ടുവിലേക്ക് അറ്റാക്ക് നടത്തും. അപ്പൊ ഉബുണ്ടുവിൽ എന്തുണ്ടാവും, മലീഷ്യസ് ലോഗുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇഷ്യൂസ് നടന്ന ലോഗുകൾ ഉണ്ടാവും. ആ ലോഗുകളാണ് എങ്ങോട്ട് വരേണ്ടത്, നമ്മളുടെ വിൻഡോസിലേക്ക്, എന്റർപ്രൈസിലേക്ക് വരേണ്ടത്. അപ്പൊ നമുക്ക് ഒരു റിയൽ ടൈം എക്സ്പീരിയൻസ് ഉണ്ടാവും, എങ്ങനെയാണ് ഈ ലോഗുകൾ വർക്ക് ആവുന്നു എന്നുള്ളതും, ശരിയായ ലോഗുകൾ ഏത്, തെറ്റായ ലോഗുകൾ ഏത് എന്നൊക്കെ മനസ്സിലാവും. അപ്പൊ പറ്റിയ ടൈം നമുക്ക് ഏതൊക്കെ ഡിവൈസ് ഓൺ ആക്കി വെക്കേണ്ടി വരും, നമ്മുടെ വിൻഡോസ് വേണ്ടി വരും, ഉബുണ്ടു വേണ്ടി വരും, വിൻഡോസ് നമ്മുടെ ബേസ് വിൻഡോസിൽ എന്റർപ്രൈസ് റൺ ചെയ്യേണ്ടി വരും. ദെൻ വിൻഡോസ് എന്നുള്ള ലോഗ് കാണിക്കണമെന്നുണ്ടെങ്കിൽ മറ്റൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വേണ്ടി വരും. 4 ഓപ്പറേറ്റിംഗ് സിസ്റ്റം മറ്റേ ടൈമിൽ നമുക്ക് റൺ ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ഓർഡർ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താണ്, എന്റർപ്രൈസ് ഇൻസ്റ്റാളേഷൻ ആണ്. സോ എന്റർപ്രൈസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, സ്പ്ലങ്ക് എന്റർപ്രൈസ്, സ്പ്ലങ്കിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യണം, സ്പ്ലങ്ക് യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ സ്പ്ലങ്ക് യൂസ് ചെയ്തിട്ട് അതിന് ജെനുവിനായ വഴി എന്ന് പറയുന്നത് എന്താണ്, ഈ ഫോം ഫില്ല് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾക്കൊരു അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ അക്കൗണ്ട് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, എന്റർപ്രൈസ് ഡൗൺലോഡ് ചെയ്യണം. ദെൻ നമ്മളുടെ ക്ലയന്റ് ഡിവൈസുകൾ ഉണ്ടല്ലോ, ക്ലയന്റ് ഡിവൈസുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന എന്താണ്, സ്പ്ലങ്ക് ഫോർവേഡർ ആണ്. അത് നമുക്ക് ഇനി ഇൻസ്റ്റാൾ ചെയ്യണം. അത് അവർ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. കാരണം നമ്മളുടെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരൊക്കെയാണ്, ഉബുണ്ടു വിൻഡോസും ആണ്. സോ അവരെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എന്ത് ഇൻസ്റ്റാൾ ചെയ്യും, സ്പ്ലങ്ക് ഫോർവേഡർ ഇൻസ്റ്റാൾ ചെയ്യും. സ്പ്ലങ്ക് ഫോർവേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സോക്കിലെ കളക്ടേഴ്സ് ആണ്. കളക്ടേഴ്സിന്റെ പണി എന്താണ്, ലോഗുകൾ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് കളക്ടേഴ്സിന്റെ പണി. സ്പ്ലങ്ക് ഫോർവേഡേഴ്സ് ലോഗുകൾ കളക്ട് ചെയ്യും. എന്റർപ്രൈസ് എന്ത് ചെയ്യും, നമുക്കൊരു ഡാഷ്ബോർഡ് സെറ്റ് ചെയ്ത് തരും. നമ്മൾ ക്വറീസ് കൊടുക്കുന്നതും SPL കൊടുക്കുന്നു, SPL എന്ന് പറഞ്ഞാൽ സ്പ്ലങ്ക് പ്രോസസിംഗ് ലാംഗ്വേജ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും, ക്വറി ഇംപ്ലിമെന്റ് ചെയ്യുന്നതും, കോഡ് എഴുതുന്നതും, അനാലിസിസ് ചെയ്യുന്നതും, അലർട്ട് സെറ്റ് ചെയ്യുന്നതും ഒക്കെ എവിടെയാണ്, എന്റർപ്രൈസിലാണ്. ഓക്കെ, അലർട്ട് സെറ്റ് ചെയ്യുന്നത്, നോട്ടിഫിക്കേഷൻ വരുത്തുന്നത്, ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് എവിടെയാണ്, എന്റർപ്രൈസിലാണ്. എന്റർപ്രൈസ് ആണ് നമ്മളുടെ സർവർ. എന്റർപ്രൈസിലേക്ക് ലോഗുകൾ കൊണ്ടുവരുന്ന കൊടുക്കുന്ന ആരാണ്, സ്പ്ലങ്ക് ഫോർവേഡേഴ്സ് ആണ്. സ്പ്ലങ്ക് ഫോർവേഡേഴ്സ് നമ്മൾ എവിടെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നമ്മളുടെ വ്യക്തിമായിട്ടുള്ള നമ്മളുടെ ആരെയാണ് നമുക്ക് മോണിറ്റർ ചെയ്യുന്നത്, ആ ഡിവൈസുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്പ്ലങ്ക് ഫോർവേഡർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറഞ്ഞ് നമുക്ക് ഇവിടെ സ്പ്ലങ്കിന്റെ എന്ത് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും എന്ത് വേണം, സ്പ്ലങ്ക് എന്റർപ്രൈസ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഫോർവേഡർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി ഒരു വളഞ്ഞ വഴി എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പേജ് ഒന്ന് വ്യൂ പേജ് സോഴ്സ് എന്ന് കൊടുക്കാം. ദെൻ കൺട്രോൾ F എന്ന് കൊടുക്കുക. എന്നിട്ട് MSI എന്ന് സെർച്ച് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ നമുക്ക് വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഫയൽ കിട്ടും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും, വിൻഡോസ് ഇൻസ്റ്റാളേഷൻ ഫയൽ കിട്ടും. അപ്പൊ നമുക്ക് ലോഗിൻ ചെയ്യാതെ തന്നെ ഫയൽ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. ഓക്കെ, ദെൻ ഈ ലിങ്ക് എടുത്തിട്ട്, ആ ലിങ്ക് രണ്ട് രീതിയിലുണ്ട് ഇവിടെ.
കേള് രൂപത്തിൽ നമുക്ക് WGET രൂപത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഉണ്ട്, അല്ല ലിങ്ക് ആയിട്ടും ഉണ്ട്. ദെൻ ഈ ലിങ്ക് കോപ്പി ചെയ്യാം, നെക്സ്റ്റ് ടാബിൽ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു ടാബ് എടുക്കുക, അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഫയൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ് ആവും. ഓക്കെ, ആ ഫയൽ ഡൗൺലോഡ് ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഓപ്പൺ വിൻഡോ വരും. ഓക്കെ, സ്പ്ലങ്ക് എന്റർപ്രൈസ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞു വരും. ദെൻ ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് ആണ്. എന്താ ചെയ്യേണ്ടത്, കസ്റ്റമൈസ് ഓപ്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഡൊമൈൻ അക്കൗണ്ട് വിർച്വൽ അക്കൗണ്ട് എന്നുണ്ടാവും. ഓക്കെ, ഇതോടെ നമ്മൾ എന്ത് ചെയ്യാം, ഡൊമൈൻ അക്കൗണ്ട് എന്നാക്കി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ ഒരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. അത് സ്പ്ലങ്ക് എന്റർപ്രൈസ് വർക്ക് ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു യൂസർ നെയിമും പാസ്വേഡും സെറ്റ് ചെയ്യാം. യൂസർ നെയിമും പാസ്വേഡ് ഇത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സ്പ്ലങ്ക് എന്റർപ്രൈസിന്റെ കോൺഫിഗറേഷൻസിലോ സെറ്റിംഗ്സിലോ നമ്മൾ മാറ്റം വരുത്തുമ്പോഴോ അല്ലെങ്കിൽ സ്പ്ലങ്ക് എന്റർപ്രൈസിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴും ആണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അത് കൊടുക്കുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. എല്ലാ നെയിമും അത് അക്സെപ്റ്റ് ചെയ്യില്ല. ദെൻ നെക്സ്റ്റ് കൊടുക്കുക. ദെൻ ഇൻസ്റ്റാൾ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ വരും. ദെൻ എന്ത് ചെയ്യാം, ഫിനിഷ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അവിടെ കൊടുത്ത യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നമ്മൾ ലോഗിൻ ചെയ്തു. ദെൻ ഇതാണ് സ്പ്ലങ്ക് എന്റർപ്രൈസിന്റെ ഡാഷ്ബോർഡ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ഓരോ കാര്യങ്ങളും ആദ്യം മനസ്സിലാക്കാം. ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ലോഗുകൾ വേണം. ഓക്കെ, ഈ എന്റർപ്രൈസിലേക്കാണ് എല്ലാ ലോഗുകളും വരുന്നത്. ദെൻ ഇവിടെ നോക്കുക, നമ്മളുടെ URL ഇപ്പൊ എന്താ നോക്കുന്നത്, ലോക്കൽ ഹോസ്റ്റ് :8000 എന്ന് കാണിക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ, നമ്മുടെ കമ്പ്യൂട്ടറിൽ വിൻഡോസിന്റെ 8000 പോർട്ട് ഇപ്പൊ എന്താണ്, ഓപ്പൺ ആണ്. അവിടെയാണ് എന്ത് റൺ ചെയ്യുന്നത്, നമ്മൾ സ്പ്ലങ്ക് എന്റർപ്രൈസ് റൺ ചെയ്യുന്നത്. ഇനി നമ്മളിത് റിയൽ ടൈമിലേക്ക് കണക്ട് ചെയ്യുന്ന സമയത്ത് ഈ ലോക്കൽ ഹോസ്റ്റ് എന്നതിന് പകരം നമ്മൾ അവിടെ എന്താ കൊടുക്കേണ്ടത്, നമ്മുടെ ഡിവൈസിന്റെ IP അഡ്രസ് കൊടുക്കണം. അപ്പൊ വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. അതാണ് അഡ്മിനിസ്ട്രേറ്റർ ആക്സസ് എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് IP അല്ലെങ്കിൽ റിയൽ ടൈം IPനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന സമയത്തോ ഇൻസ്പെക്ട് ചെയ്യുന്ന സമയത്തോ അനാലിസ് ചെയ്യുന്ന സമയത്തോ നമ്മൾ അവിടെ കൊടുക്കേണ്ടത് എന്താണ്, നമ്മുടെ ഡിവൈസിന്റെ IP ആണ് കൊടുക്കേണ്ടത്. എന്നാൽ നമ്മൾ ലോക്കൽ പർപ്പസ് ആയിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിന് അകത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് മതി, ലോക്കൽ ഹോസ്റ്റ് മതി, അല്ലെങ്കിൽ 127.0.0.1 എന്ന് പറയുന്ന ലൂപ്പ് ബാക്ക് IP മതി. ഓക്കെ, ഇപ്പൊ നമ്മൾ ലോക്കൽ ആവശ്യത്തിനാണ്, അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അവിടെ ലോക്കൽ ഹോസ്റ്റ് ഇപ്പൊ മാറ്റാൻ നിൽക്കുന്നില്ല. എന്നാൽ നമ്മൾ റിയൽ ടൈമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ അവിടെ എന്ത് കൊടുക്കും, ആ IP മാറ്റിയിട്ട് അവിടെ നമ്മുടെ ഡിവൈസിന്റെ IP നമ്മൾ CMD നോക്കിയിട്ട് അത് കൊടുക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, നമുക്ക് ഇവിടെ ഒരു ടെമ്പററി ഒരു ലോഗ് ഫയൽ വേണം. ഓക്കെ, അപ്പം നേരത്തെ റെഡിമെയ്ഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ ഒരു അറ്റാക്ക് നടന്നതിന്റെ ലോഗ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആ ലോഗ് വെച്ചിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഒരു പ്രൈമറി ഇൻവെസ്റ്റിഗേഷൻ നടത്തി ആദ്യം ഒരു സ്പ്ലങ്ക് എന്റർപ്രൈസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ദെൻ സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗോട്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ട്, ജസ്റ്റ് അതൊക്കെ സ്കിപ്പ് കൊടുക്കുക അല്ലെങ്കിൽ കണ്ടിന്യൂ, അതൊക്കെ എന്താന്നുള്ളത് വായിച്ചു നോക്കാം, അത് നല്ലതാണ്. ദെൻ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഈ സ്പ്ലങ്ക് സെർച്ച് ആൻഡ്, അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെർച്ചിന്റെ ഇവിടെ കാണുന്നുണ്ടാവും സെർച്ച് എന്ന് പറഞ്ഞിട്ട്, ഇവിടെയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, നമ്മുടെ ക്വറീസുകൾ കൊടുക്കുന്നത്. ഓക്കെ, സ്പ്ലങ്ക് പ്രോസസിംഗ് ലാംഗ്വേജ് നമ്മൾ SPL ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയാണ്, ഇവിടെയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ അനാലിസ് ചെയ്യുന്നത്. നമ്മൾ ഇതിൽ എന്തെങ്കിലും ഒരു ലോഗ് എന്തെങ്കിലും ഡിവൈസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കണക്ട് ആയി എന്നുള്ള കാര്യം ഡാറ്റ സമ്മറിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഏതൊക്കെ ഡിവൈസുകൾ ഏതൊക്കെ ഹോസ്റ്റുകൾ നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ആയി എന്നുള്ളത് കാണാനാണ് ഡാറ്റ സമ്മറി. ഓക്കെ, ഈ സ്പ്ലങ്ക് എന്റർപ്രൈസുമായി ആരൊക്കെ കണക്ട് ആയി എന്നുള്ളത് അവിടുന്ന് കാണാൻ പറ്റും. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മളുടെ ഹോമിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. മുകളിൽ ആ ലേബലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ ഹോമിലേക്ക് എത്തും. ഓക്കെ, ദെൻ ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യുക, സ്പ്ലങ്ക് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഹോം പേജിൽ കാണുന്നുണ്ടാവും സ്പ്ലങ്ക് റെക്കമെൻഡഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്ന, അത് ഓപ്പൺ ആക്കുക. അതിലുണ്ടാകും ആഡ് ഡാറ്റ എന്നുള്ളൊരു പാർട്ട് ഉണ്ടാവും. ആഡ് ഡാറ്റ ഫ്രം വെറൈറ്റി കോമൺ സോഴ്സസ് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. ദെൻ ആഡ് ഡാറ്റ എന്ന് കാണുന്നുണ്ടാവും.
അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ദെൻ അവിടെ സ്കിപ്പ് കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ മെസ്സേജസ് എടുത്ത് വായിക്കാം, നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത് അവർ പറഞ്ഞു തരും. ദെൻ സ്കിപ്പ് കൊടുക്കുക. ദെൻ താഴെ നിങ്ങൾ കാണുന്നുണ്ടാവും നമ്മൾ എന്താ ചെയ്യുന്നത്. ഇപ്പൊ റിയൽ ടൈം മോണിറ്ററിംഗ് അല്ല, നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫയൽ എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ലോഗ് അനാലിസിസ് നടത്തുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്ലോഡ് ക്ലിക്ക് ചെയ്യാം. ദെൻ അപ്ലോഡ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു സ്ക്രീന് വരും. ദെൻ ഓക്കെ, ദെൻ ഇവിടെ സെലക്ട് സോഴ്സ് എന്ന് കാണുന്നുണ്ടാവും, അവിടെ എന്ത് ചെയ്യാം, സെലക്ട് ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യാം. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഫയൽ ഉണ്ടല്ലോ, ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഫയൽ നമ്മൾ അപ്ലോഡ് ചെയ്തു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യാം, ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. ഒരു ചേഞ്ചസും വരുത്തണ്ട. ആ ഫയലിലുള്ള ഡാറ്റ ഒരു CSV ഫയൽ ആയിരുന്നു, CSVയിലുള്ളത്. ദെൻ ആ ഡാറ്റനെ ഒന്ന് ടേബിൾ ആയിട്ട് കാണിച്ചു തന്നൊരു എക്സാമ്പിൾ ആണെന്ന് മാത്രം. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ കാണുന്നത്, ഒരു എക്സാമ്പിൾ ആണ് കാണുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഫോർമാറ്റ് കാണുന്നുണ്ടാകും. വീണ്ടും എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മളുടെ ഹോസ്റ്റ് ഫീൽഡ് വാല്യൂ എന്ന് പറഞ്ഞു കാണുന്നുണ്ട്, അത് മാറ്റണ്ട. താഴെ ഇൻഡെക്സ് എന്ന് പറഞ്ഞു കാണുന്നുണ്ടല്ലോ, പുതിയൊരു ഇൻഡെക്സ് സിസ്റ്റം നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, അതിനു വേണ്ടിയിട്ട് ക്രിയേറ്റ് ന്യൂ ഇൻഡെക്സ് എന്ന് കൊടുക്കുക. ദെൻ ഇൻഡെക്സ് അവിടെ ഉണ്ട്, അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. ജസ്റ്റ് ഒന്ന് ഇൻഡെക്സ് നെയിം എന്നുള്ളിടത്ത് മാത്രം എന്ത് കൊടുക്കുക, ഒരു പേര് കൊടുക്കുക. ഓക്കെ, എന്താണ്, VPN ലോഗ്സ് എന്നോ ടെസ്റ്റ് ലോഗ്സ് എന്നോ കൊടുക്കുക. ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതല്ലേ, സോ ഞാൻ ടെസ്റ്റ് ലോഗ്സ് എന്ന് കൊടുക്കുന്നു. അത്രമാത്രം കൊടുത്താൽ മതി. ഈവന്റ് ആണ്, സെലക്ട് എന്താ, ബാക്കിയെല്ലാം ഓക്കെ ആണ്. കൂടുതൽ ചെക്കിംഗ് ഒന്നും നമുക്ക് അവിടെ ആവശ്യമില്ല. ഓക്കെ, നേരെ എന്ത് ചെയ്യാം, സേവ് എന്ന് കൊടുക്കുക. ദെൻ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തതിന് സെലക്ട് ചെയ്യാം. അതിവിടെ ഓൾറെഡി സെലക്ട് ചെയ്തു. ഇൻഡെക്സ് നമ്മൾ ടെസ്റ്റ് ലോഗ് സെലക്ട് ചെയ്തു. ഓക്കെ, ദെൻ നമ്മൾ എന്ത് ചെയ്യാം, റിവ്യൂ, ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ എന്നുള്ളത് റിവ്യൂ നോക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മൾ ആകെ ചെയ്ത എന്തേ ഉള്ളൂ, ഇൻഡെക്സ് ഒന്ന് സെറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ അവർ തന്ന പോലെ തന്നെയാണ്. ഫയൽ നെയിം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കാര്യം കൂടി ഉണ്ടാവുന്ന മാത്രം നമ്മൾ സേവ് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് സൂക്ഷിക്കണമായിരുന്നു. ഇതൊക്കെ ഒഴിവാക്കിയിട്ട് സിമ്പിൾ പേര് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ എപ്പോഴും ഈ പേരുകൾ കൊടുക്കേണ്ടി വരുന്നുണ്ട്. വലിയ വലിയ പേരുകൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. ഹോസ്റ്റ് നെയിമും അങ്ങനെ തന്നെ സിമ്പിൾ നെയിംസ് ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഹോസ്റ്റ് നെയിം ഇത്രയും വലിയ പേരൊക്കെ ടൈപ്പ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട്, കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരും. ദെൻ സബ്മിറ്റ് എന്ന് കൊടുക്കുക ലാസ്റ്റ്. ഓക്കെ, അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ VPN ഫയലിനെ സെർവറിലേക്ക്, എന്റർപ്രൈസറിലേക്ക് മാനുവലി അപ്ലോഡ് ചെയ്തു. ഓക്കെ, അപ്പൊ മാനുവലി നമ്മൾ ഇതേപോലെ ഏതെങ്കിലും ഇത് ലോഗ് അനാലിസിസ് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ലോഗിനെയൊക്കെ ഒരു CSV ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യണം, ഇതേ രീതിയിൽ അപ്ലോഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ആരെങ്കിലും എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഒക്കെ അവരുടെ കമ്പ്യൂട്ടറിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണി എന്ത് തന്നെയാണ്, അവരുടെ ലോഗൊക്കെ CSV ആയിട്ട് അയച്ചു തരാൻ പറയും. ഓക്കെ, ആ കമ്പ്യൂട്ടറുമായിട്ട് നമ്മളുടെ കമ്പനിക്ക് ബന്ധമില്ല, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് ബന്ധമില്ലാത്തതുകൊണ്ടായിരിക്കും, ചിലപ്പോൾ അത് പുതിയ ബ്രാഞ്ച് ആയിരിക്കും, അവരെ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ ബ്രാഞ്ചിലാണ് അറ്റാക്ക് നടന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് അവിടെ പോയിട്ട് എന്താ ചെയ്യാം, അവിടുത്തെ ഫയലുകളൊക്കെ CSV ഫോർമാറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾ കളക്ട് ചെയ്ത് പെൻഡ്രൈവിലാക്കി എന്റർപ്രൈസിൽ കൊണ്ടുവന്ന് കണക്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, അനാലിസിസ് നടത്തും. ഓക്കെ, അപ്പൊ നമ്മൾ ആ ഫയലൊക്കെ ചെയ്തു. ഇനി ഇവിടുന്ന് സ്റ്റാർട്ട് സെർച്ച് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ അങ്ങോട്ട് പോകും. പക്ഷെ അതിന്റെ ആവശ്യമില്ല, നമ്മൾ തുടക്കത്തിലേ പഠിച്ചു, എവിടെ പോയാൽ മതി, നമ്മൾ എപ്പോഴും ഈ ഒരു ഹോം പേജിലേക്ക് പോകാൻ എന്ത് ചെയ്യാം, മുകളിൽ കാണുന്ന റൈറ്റിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഈ ലേബലിൽ ക്ലിക്ക് ചെയ്താൽ മതി. നേരെ നമ്മൾ എവിടെ എത്തും, നമ്മളുടെ ഹോം ഫീൽഡിലേക്ക് എത്തും, ഹോം പേജിലേക്ക് എത്തും. ഡാഷ്ബോർഡ് എന്നല്ല, ഡാഷ്ബോർഡ് ഇവിടെ പറയുന്നത് വേറെയാണ് കേട്ടോ, പറയാം. ഇവിടെ ഈ ഒരു ഹോം പേജിലേക്ക് എത്തും. ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യാം, സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗിലേക്ക് പോവാം. ഓക്കെ, സെർച്ച് ആൻഡ് റിപ്പോർട്ടിംഗിലേക്ക് പോവാം. ദെൻ ഇനി ആ ഡാറ്റാ സമ്മറി ഒന്ന് എടുത്തു നോക്കുക, ഡാറ്റാ സമ്മറി. ഓക്കെ, ദെൻ അവിടെ ഉണ്ടാകും സോഴ്സസ്, അതേപോലെ സോഴ്സ് ടൈപ്പ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളിപ്പോ ആഡ് ചെയ്ത ഫയൽ ഉണ്ടല്ലോ, അത് അങ്ങോട്ട് ആഡ് ആയിട്ട് വരും. ഓക്കെ, നമ്മൾ ഒന്നുകൂടി ശരിക്കും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ്. നമ്മളിത് ഓൺ ആക്കിയതിന് ശേഷം എന്ത് ചെയ്യണം, ഒന്നും കൂടി സ്പ്ലങ്ക് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് അത് അങ്ങോട്ട് എത്തുക. ഓക്കെ, ദെൻ നിങ്ങൾ ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ ഇവിടെ റൈറ്റ് സൈഡിൽ, സെർച്ചിന്റെ റൈറ്റ് സൈഡിൽ കാണുന്നുണ്ടല്ലോ ലാസ്റ്റ് 24 hours എന്നുള്ളത്, അത് മാറ്റിയിട്ട് അവിടെ ഓൾ ടൈം എന്നാക്കുക.
ഓക്കെ, അപ്പൊ എന്താണ് ഓൾ ടൈം ലോഗ്സുകൾ നമ്മൾ അവിടെ കാണും. ഓക്കെ, ദെൻ അതവിടെ കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മൾ എന്ത് ചെയ്യാം? വീണ്ടും ഡാറ്റ സമ്മറി ഇത് വന്നിട്ടുണ്ടോ നോക്കാം. ഒന്നില്ലെങ്കിൽ നമുക്കിവിടെ ഡാറ്റ സമ്മറിയിൽ ഇവിടെ സോഴ്സസിലോ സോഴ്സ് ടൈപ്പിലോ നമ്മൾ കൊടുത്ത ഇൻഡെക്സിന്റെ പേരൊക്കെ കാണിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊത്തം ലോഗ് കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സെർച്ച് ബോക്സിൽ ഇൻഡെക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഇൻഡെക്സ് നെയിം കൊടുത്തിരുന്നല്ലോ, അത് കൊടുക്കുക. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കംപ്ലീറ്റ് ലോഗുകളെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഫയലിൽ ഉണ്ടായിരുന്നത്, മാനുവലി അപ്ലോഡ് ചെയ്ത ഫയലിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ മുകളിൽ കൊടുക്കുന്ന ഈ സെർച്ച് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ല, വെറും ഒരു സെർച്ച് ബോക്സ് ടൈപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സെർച്ച് ചെയ്യാനുള്ള ഏരിയ മാത്രമല്ല. നമ്മൾ അവിടെ എന്ത് സെർച്ച് ചെയ്യുന്നോ അത് തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? SPL എന്ന് പറയുന്നത്, സ്പ്ലങ്ക് പ്രോസസിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. SPL കുറേസ് എന്നെഴുതി അത് വെറുതെ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്താൽ അത് ഒരു SPL ആവില്ല. ഇവിടെയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് എന്താണ് കാണേണ്ടത്, നമുക്ക് എന്താണ് നമ്മളുടെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? ഈ ഒരു സെർച്ച് ബോക്സിലാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഈ ഒരു സെർച്ച് ബോക്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്, സ്പ്ലങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് സ്പ്ലങ്ക് പ്രോസസിംഗ് ലാംഗ്വേജ്, SPL എന്ന് പറയും. ഈ SPL കൊറീസ് യൂസ് ചെയ്തിട്ടാണ് സ്പ്ലങ്കിൽ നമ്മൾ എന്ത് അനാലിസ് ചെയ്യുന്നത്? ലോഗുകൾ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ കുറച്ച് ലോഗുകൾ വന്നിട്ടുണ്ട്. ലോഗിൽ എന്തൊക്കെയുള്ള ഇൻഫർമേഷൻസ്? കമ്പനിന്റെ പേര്, ആ ഈവന്റ് നടന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ ലോഗ് ജനറേറ്റ് ആയ സമയം. ഓക്കെ, ഈ ലോഗ് ജനറേറ്റ് ആയല്ലോ, ആ ഒരു ആക്ഷൻ അവിടെ എന്തോ ഒരു കാര്യം നടത്തിയല്ലോ, ആ കാര്യം നടന്ന സമയമാണ് ഈവന്റ് ടൈം. ഓക്കെ, ദെൻ സോഴ്സ് കൺട്രി, സോഴ്സ് IP, യൂസർ നെയിം, ആക്ഷൻ, ഇൻഡെക്സ്, പോർട്ട്, പ്രോട്ടോകോൾ, സോഴ്സ് സ്റ്റേറ്റ്. ഓക്കെ, അങ്ങനെ കുറെ ഇൻഫർമേഷൻ ഉണ്ട്. അത് തന്നെയാണ് എല്ലാവരിലും നമ്മൾ കാണുന്നത്. എന്നാൽ ഇത് മാത്രമാണ് ഇൻഫർമേഷൻ ഉള്ളത്? ഇതിൽ കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഷോ ആസ് റോ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കാണുന്നില്ലേ? ഓക്കെ, ഓരോ ലോഗിന്റെയും താഴെ. അപ്പൊ നമുക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അതിനെ പറ്റി കുറച്ചും കൂടി ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ലോഗിന്റെയും ഇപ്പുറത്ത് ഒരു ആരോ സിമ്പിൾ കാണുന്നില്ലേ? ഓക്കെ, നമ്മൾ മുകളിൽ ഒരു കോളം നെയിം കാണുന്നത് I എന്ന് മെൻഷൻ ചെയ്തിട്ട് അതിന്റെ ഇൻഡിക്കേറ്റർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നടക്കുന്നതിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ഇൻഫർമേഷൻ കണ്ടോ? സോഴ്സ് IP, കുറേ ഇൻഫർമേഷൻ എക്സ്ട്രാ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രധാനപ്പെട്ട അവിടെ ടിക്ക് ചെയ്തിരിക്കുന്ന ഭാഗങ്ങളാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഇവിടെ കാണിക്കുന്നത് മെയിൻ കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ചിലപ്പോൾ ആ ലോഗ് ഫയൽ ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇൻഡെക്സിങ് അല്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമ്മൾ ഈ പറയുന്ന ഈ ഭാഗത്ത് ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ കിട്ടും. ഇനി നമ്മൾ ആവശ്യം എന്താണ്? ഇനി ഇവിടെ എന്ത് വെച്ചിട്ടാണോ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് വെച്ചിട്ടൊക്കെ നമുക്ക് ഇൻഡെക്സിങ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് എനിക്ക് കമ്പനി, ഒരേ കമ്പനിയുള്ള ആളുകളെ കാണണം, അല്ലെങ്കിൽ ഒരേ IP അഡ്രസ് ഉള്ള ആളുകളെ കാണണം, അല്ലെങ്കിൽ എന്താ പറയാ ഒരേ രാജ്യത്തുള്ള ആളുകളെ കാണണം. അങ്ങനെയുള്ള ഒരു കോമൺ ഫാക്ടർ ഉണ്ടാവുമല്ലോ. അതിനെയെല്ലാം ഇവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. സെലക്ടഡ് ഫീൽഡ്സ് എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നില്ലേ? അവിടെ നോക്കേ, ഹോസ്റ്റ്. ഇവിടെ ആകെ ഒരു ഹോസ്റ്റ് ഉണ്ട്. ഇത് ഏത് ഹോസ്റ്റ് ആണ്? നമ്മുടെ വിൻഡോസിന്റെ ആണ് കാണിക്കുന്നത്. സോഴ്സും സോഴ്സ് ടൈപ്പും നമ്മളിപ്പോ ആകെ അപ്ലോഡ് ചെയ്ത ഒരു ലോഗ് ഫയൽ അല്ലേ, അതുകൊണ്ട് അങ്ങോട്ട് നോക്കണ്ട. അതിന്റെ താഴെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡ് ഇല്ലേ, മൊത്തം നമ്മുടെ ലോഗിനെയാണ് മെൻഷൻ ചെയ്യുന്നത്. ആക്ഷൻസ്, 3 ആക്ഷൻസ് നടത്തിയതുണ്ട്. ഓക്കെ, 3 ആക്ഷൻസ് ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് ഇവിടെ ഒരു ആക്ഷൻ പറയുന്നുണ്ട്. അത് ഏതൊക്കെ ആക്ഷൻ കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അവിടെ ഏതൊക്കെ ആക്ഷൻ ഉണ്ട്? ടിയർ ഡൗൺ, ഫെയിൽഡ്, ബിൽറ്റ്. ഓക്കെ, ദെൻ അതിന്റെ എത്ര ലോഗുകൾ ഉണ്ട്? ബിൽറ്റ് എന്ന് പറയുന്ന ആക്ഷൻ നടത്തിയ എത്ര ലോഗുകൾ ഈ കൂട്ടത്തിലുണ്ട്? ടോട്ടൽ ലോഗുകൾ എത്ര എന്നുള്ളത് നമുക്ക് ഇവിടെ മുകളിൽ കാണാൻ പറ്റുന്നത്. ഏറ്റവും മുകളിൽ നമ്മളുടെ സെർച്ച് ബോക്സിന് തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ടോട്ടൽ ഇതിൽ എത്ര ലോഗ് ഉണ്ട്. കാരണം നമ്മളിപ്പോ ഇവിടെ ഒരു ഫിൽറ്ററിംഗും നടത്തിയിട്ടില്ല. നമ്മൾ ഇവിടെ എന്തെങ്കിലും ഫിൽറ്ററിംഗ് നടത്തിയോ? ഇല്ല. നമ്മൾ ആകെ പറഞ്ഞതാണ് ആ ലോഗിനെ കാണിച്ചിരുന്നെന്ന് മാത്രം പറഞ്ഞു. ആ ലോഗ് മൊത്തം എടുത്ത് കാണിച്ചു. വേറെ എന്തെങ്കിലും ഫിൽറ്ററിംഗ് ഇവിടെ ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? 2862 ഈവന്റ്സുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡുകൾ ഇവിടെ ഉണ്ട്. ആക്ഷൻ, കമ്പനി, ഡേറ്റ്, ഹവർ, ഓരോ സമയം, ദെൻ ഇൻഡെക്സ്, ദെൻ പോർട്ട്, ദെൻ പ്രോട്ടോകോള് എന്നൊക്കെ പറഞ്ഞിട്ട് യൂസർ നെയിംസ്, 51 യൂസർ നെയിംസുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അതെന്തൊക്കെയെന്ന് കാണുന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ 51 യൂസർ നെയിംസുകൾ നമുക്ക് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇത്
ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഓരോന്ന് ചെയ്തു നോക്കാം. ദെൻ ഫസ്റ്റ് എന്താണ്, VPN ലോഗ്സ് എന്ന് പറയുന്ന ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. അത് ക്വസ്റ്റ്യൻ അല്ല, ഇതാണ് ക്വസ്റ്റ്യന്. ഓക്കെ, ദെൻ ഹൗ മെനി ഈവൻസ് ആർ പ്രസന്റ് ഇൻ ദ ലോഗ് ഫയൽ? എത്ര ഈവൻസ് ഉണ്ട്? 2862 ഈവൻസ് ഉണ്ട്. സോ അതെന്ത് ചെയ്യാം, നമ്മളിവിടെ ആൻസർ ചെയ്യാം എത്ര ഈവൻസ് ഉണ്ട് എന്നുള്ളത്. ഓക്കെ, ദെൻ ഹൗ മെനി ലോഗ് ഈവൻസ് ബൈ ദ യൂസർ മലീന ആർ ക്യാപ്ചേർഡ്? മലീന എന്ന് പറയുന്ന യൂസറിന്റെ ലോഗുകൾ മാത്രം കിട്ടണം. നമ്മൾ എവിടെ പോയാൽ മതി, യൂസർ നെയിം എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ കോഡ് എഴുതാണ്ട് അറിയേണ്ട ആവശ്യമല്ല, നേരെ എവിടെ പോവാം, ലെഫ്റ്റ് സൈഡിൽ യൂസർ നെയിംസുകളില്ലേ, യൂസർ നെയിമിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ മലീന ഉണ്ടോ നോക്കുക, മലീന ഉണ്ട്. അപ്പൊ മലീലിനെ ക്ലിക്ക്, മലീലിന്റെ നേരെ തന്നെ കാണിക്കുന്നുണ്ട് എത്രയെന്നുള്ളത്. എന്നാലും നമ്മൾ മലീലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മലീലിനെ റിലേറ്റഡ് ആയിട്ടുള്ള ലോഗുകൾ മാത്രമേ നമ്മൾ സ്ക്രീനിൽ കാണുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഉത്തരം കിട്ടി. എത്ര ഈവൻസ് ഉണ്ട് മലീന റിലേറ്റഡ് ആയിട്ടുള്ളത്? 60 ഈവൻസുകൾ മലീന റിലേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ നെയിം അസോസിയേറ്റഡ് വിത്ത് IP എന്ന് പറഞ്ഞിട്ട് ഒരു IP നമുക്ക് കാണുന്നുണ്ട്. സിമ്പിൾ, എന്ത് ചെയ്താൽ മതി, ഇപ്പൊ നമ്മൾ കിട്ടിയ ആ ഒരു സെർച്ച് റിസൾട്ടില് ഇത് വന്നുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ കാണുന്ന ലോഗുകൾ വന്നത്. ഇത് ആരുടെ ലോഗുകൾ മാത്രമാണ്? മലീനന്റെ ലോഗുകൾ മാത്രമാണ്. അപ്പൊ നമ്മൾ മലീനെ ഒഴിവാക്കിയ വീണ്ടും എന്തായി, പഴയതുപോലെ നമ്മളുടെ ഫുൾ ലോഗുകൾ കണ്ടു. ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഒരു IP അഡ്രസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ IP അഡ്രസ്സിനെ വെച്ച് മാത്രം നമുക്ക് നടത്തണം എന്ന് പറഞ്ഞു. ഓക്കെ, ഒന്നില്ലെങ്കിൽ ആ IP അഡ്രസ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഇവിടെ ഉണ്ടാവും. അതിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, IP നോക്കുന്നു. ഓക്കെ, സോഴ്സ് IP എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് നമ്മളുടെ IP അഡ്രസ് എന്താണോ ആ IP അഡ്രസ് ഇവിടെ കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ജസ്റ്റ് ഈ ഒരു IP അഡ്രസ് ഇവിടുന്ന് കോപ്പി ചെയ്യുന്നു. ദെൻ ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്തെങ്കിലും ലോഗുകൾ ഉണ്ടോ, അല്ലെങ്കിൽ അതിന് അസോസിയേറ്റ് ചെയ്ത പേര് ഏതാന്ന് നോക്കുന്നു. വീണ്ടും IP നോക്കുന്നു. 107 14 182 38 യൂസർ നെയിം ആരാണ്? സ്മിത്ത്. ഓക്കെ, ദെൻ അത് കോപ്പി ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്തായി, വാട്ട് ഈസ് ദ നെയിം അസോസിയേറ്റഡ് വിത്ത്, അത് നമുക്ക് കിട്ടി. ഓക്കെ, വേറെ നെയിം ആലോചിക്കുക. ഇപ്പൊ എന്താണ്, യൂസർ നെയിം എന്നാണ് നമ്മൾ ഇവിടെ കണ്ടിരുന്നത്. നെയിം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. അതാ നെയിം ഉണ്ടെങ്കിൽ യൂസർ നെയിംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നെയിം ഇല്ല, അപ്പൊ നെയിം നമ്മൾ കൊടുത്ത കറക്റ്റ് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈവൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഓൾ കൺട്രീസ് എക്സെപ്റ്റ് ഫ്രാൻസ്? ഫ്രാൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ കൺട്രീസും എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, ഫ്രാൻസ് ഒഴികെ എല്ലാം വേണം. അപ്പൊ നമ്മളിപ്പോ തൽക്കാലം എന്ത് ചെയ്യുന്നു, ഒന്നില്ലെങ്കിൽ നമുക്ക് എക്സാക്ട് അറിയാമെന്നുണ്ടെങ്കിൽ ആ കുറെ എങ്ങനെ കൊടുക്കേണ്ടത്, നോട്ട് ഈക്വൽ ടു എന്ന് കൊടുത്താൽ മതി. അപ്പൊ നോട്ട് ഈക്വൽ ടു മെൻഷൻ ചെയ്യാൻ നമ്മൾ ആരെ കൂടെ യൂസ് ചെയ്യാം, എക്സ്ക്ലമേറ്ററി സിമ്പിൾ. ഓക്കെ, എക്സ്ക്ലമേറ്ററി സിമ്പിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട് ഈക്വൽ ടു മെൻഷൻ ചെയ്യുന്നത്. നോട്ട് ഈക്വൽ ടു. ഓക്കെ, അപ്പൊ ആ രൂപത്തില് ഇപ്പൊ നമ്മളോട് എന്തുണ്ട്, മൊത്തം ലോഗ്സുകൾ ഉണ്ട്. ചോദിച്ചത് എന്താണ്, കൺട്രി ആയിരുന്നു. കൺട്രീസ് എക്സെപ്റ്റ് ഫ്രാൻസ് എന്നാണ്. അപ്പൊ കൺട്രീസിലാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മളിവിടെ എന്താ ചെയ്യുക, തൽക്കാലത്തിന് നമ്മളിപ്പോ ഇവിടെ സോഴ്സ് കൺട്രി, കാരണം ഈ പേര് നമുക്കറിയില്ല. ഇവിടെ പറഞ്ഞത് കൺട്രീസ് എന്നാണ്, അല്ലെങ്കിൽ കൺട്രി എന്നാണ്. പക്ഷെ ഇവിടെ എന്താണ്, സോഴ്സ് കൺട്രി എന്നാണുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സോഴ്സ് കൺട്രി എന്ന് എടുക്കുക. ദെൻ ഞാൻ എന്ത് ചെയ്തു, ഫ്രാൻസ് എന്ന് എടുത്തു. അപ്പൊ ഇവിടെ എങ്ങനെ കാണിച്ചത്, സോഴ്സ് കൺട്രി ഈക്വൽ ടു ഫ്രാൻസ് എന്ന് പറഞ്ഞു. അപ്പൊ ഇനി എന്ത് ചെയ്യാതെ മതി, അത് നോട്ട് ഈക്വൽ ടു ഫ്രാൻസ് എന്ന് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ഫ്രാൻസ് ഒഴികെയുള്ള ബാക്കി എല്ലാ കൺട്രീസിന്റെ ലിസ്റ്റ് നമുക്ക് കിട്ടും. നമുക്കറിയായിരുന്നു എത്രയാണ് ഫ്രാൻസിനുള്ളത്. ഫ്രാൻസിന്റെ എത്രയാണ്, ഫ്രാൻസ് ഈക്വൽ ടു 48 ഈവൻസ് ആണ് ഫ്രാൻസിൽ നിന്ന് വരുന്ന ഈവൻസുകൾ അല്ലെ. ദെൻ ടോട്ടൽ ഈവൻസ് എത്രയാന്നുള്ളത് നമുക്കറിയാം. അപ്പൊ അങ്ങനെയും കണ്ടുപിടിക്കാം. പക്ഷെ അതിന്റെ ആവശ്യമല്ല. ടോട്ടൽ എത്രയുള്ളത്, ടോട്ടൽ ഉള്ളത് 2862. അപ്പൊ 2862 നിന്ന് എത്ര കുറച്ചാൽ മതി, 48 കുറച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എന്താ കാര്യം മനസ്സിലായല്ലോ. അവിടെ ചോദിച്ച ചോദ്യം എന്താണ്, ഫ്രാൻസ് ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലെ ലോഗുകൾ കണ്ടുപിടിക്കാനാ പറഞ്ഞത്.
ഓക്കെ. ഒന്നില്ലെങ്കിൽ നമുക്ക് അത്ര വലിയ കോമൺ സെൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ പോവാം. ടോട്ടൽ എത്ര ലോകം ഉള്ളത്? 2162. അതിൽ ഫ്രാൻസിന്റെ ലോകങ്ങൾ എത്ര ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ സോഴ്സ് കൺട്രിയിൽ പോവാ, ഫ്രാൻസ് എന്ന് സെലക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഫ്രാൻസിന്റെ ലോകങ്ങൾ എത്ര എന്ന് കിട്ടും? 48. അപ്പൊ എന്ത് ചെയ്യാം, 2162 48 കുറച്ച് അങ്ങനെയും കിട്ടും. അത് നമ്മുടെ കോമൺ സെൻസ്. ഇനി അതിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇവിടെ എന്തിട്ട് കൊടുത്താൽ മതി, നോട്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഫ്രാൻസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ രാജ്യങ്ങളുടെയും ബാക്കിയുള്ള എല്ലാ ലോകങ്ങളും എന്നാണ്. ഓക്കെ. അപ്പൊ എന്ത് ചെയ്യാം, അത് നമുക്ക് ഇവിടെ കിട്ടും. ഓക്കെ. അപ്പൊ ഫ്രാൻസ് ഒഴികെയുള്ള എത്ര ലോകങ്ങളുണ്ട്? 2814 ലോകങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം ഇതേപോലെ തന്നെയാണ്. എന്താണ്? ഹൗ മെനി VPN ഈവൻസ് ആർ ഒബ്സർവ്ഡ് ബൈ IP അഡ്രസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു IP അഡ്രസ്സിൽ വെച്ച് എത്ര VPN ലോഗ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്താൽ മതി, നേരെ സെർച്ച് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്യാം, എൻ്റർ ചെയ്യുക. ആ VPN വെച്ചിട്ട് എത്ര ഈവൻസ് ഉണ്ട്? 14 ഈവൻസേ നടന്നിട്ടുള്ളൂ. ഓക്കെ. ഈ ഒരു IP അഡ്രസ് വെച്ചിട്ട് 14 ഈവൻസ് നടന്നിട്ടുണ്ട്. ദെൻ അതൊക്കെ VPN ലോഗ്സ് തന്നെയാണോ എന്നുള്ളത് കാര്യം നോക്കുക. ഇതൊക്കെ നമ്മളുടെ ഇൻഡെക്സ് എന്താണ് ഇവിടെ? VPN ലോഗ്സ്. VPN ലോഗ്സ് ആണ്, കംപ്ലീറ്റ് VPN ലോഗ്സ് തന്നെയാണ് 14 എണ്ണം. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തുകൂടി കൊടുക്കണം, ഈ ഒരു ടേം കൂടി. ഏതെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് ഇതേപോലെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് ഇറ്റ് ടു സെർച്ച് എന്നുള്ളൊരു ഭാഗം ഉണ്ടാവും. ഓക്കെ. അതും കൂടി ആഡ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കേ, നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻഡെക്സ് നമ്മളുടെ കമാൻഡുകളൊക്കെ കൊടുത്തു. ദെൻ എന്തെങ്കിലും ഒരു ടേം നിങ്ങൾക്ക് ഇവിടുന്ന് ഈ ഒരു ടേം കൂടി നമുക്ക് ആഡ് ചെയ്യണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് നേരെ ക്ലിക്ക് ചെയ്യാം. ദെൻ ആഡ് ഇറ്റ് ടു സെർച്ച് എന്നുകൂടിയും കൊടുക്കുക. ഇനി അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ഫ്രം സെർച്ച് എന്ന് കൊടുക്കുക. ഓക്കെ. ആ ഒരു ടേം ഇവിടെ കൊടുത്തതെന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് ഫ്രം സെർച്ച്, അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഇറ്റ് ടു സെർച്ച് എന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ അതും കൂടി ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ അത് ആഡ് ചെയ്തപ്പോഴും എത്ര തന്നെ ഉള്ളൂ? 14 തന്നെ ഉള്ളത്. എന്തുകൊണ്ടാണ്? VPN ലോഗ്സ് ഇവിടെ ആകെ ആ ഒരു ലോഗ്സ് മാത്രമേ നമ്മളിവിടെ യൂസ് ചെയ്യുള്ളൂ. ഒരു സെറ്റ് ആണ്, ഇൻഡെക്സിങ് സെറ്റിന്റെ പറയുന്ന പേരാണ് ഒരു ടീം. ഓക്കെ. നമ്മൾ റിയൽ ടൈമിൽ വരുന്ന സമയത്ത് റൗട്ടറിൽ നിന്ന് വരുന്ന ലോഗ് റൗട്ടർ ഇൻഡെക്സ് ആയിരിക്കും, സർവറിൽ നിന്ന് വരുന്ന ലോഗ് സർവർ ഇൻഡെക്സ് ആവും. അപ്പൊ അവിടെ കുറെ ആളുകൾ ഉണ്ടാവും. എന്നാൽ ഇവിടെ എന്താണ്, ഒക്കെ ഒരു VPN ലോഗ്സ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വന്നത്. ഓക്കെ. അപ്പൊ ഒറ്റ ഒന്നുള്ളൂ. റിയൽ ടൈമിൽ ഇങ്ങനെ ഒന്നും ആയിരിക്കില്ല, ഒരുപാട് ഇൻഡെക്സുകൾ ഉണ്ടാവും. റൗട്ടർ, സർവർ, ഇത് പറയുന്ന പോലെ ഡിവൈസുകൾ. ഓക്കെ. അങ്ങനെ പല പല സെക്ഷൻസ് ഉണ്ടാവും. ഇവിടെ ആകെ VPN ലോഗ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടി. എത്രയാണ്? 14 ഈവൻസ്. കൗണ്ട് അല്ലേ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഇവിടെ 14 ഈവൻസ് എന്ന് പറഞ്ഞു കിട്ടി. ഓക്കെ. ദെൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈവൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഓൾ കൺട്രീസ് എക്സെപ്റ്റ് ന്യൂയോർക്ക്? മുന്നേ നമ്മൾ ചെയ്ത കാര്യം തന്നെ. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈവൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഓൾ കൺട്രീസ്? അപ്പൊ എല്ലാ കൺട്രീസിൽ നിന്നും വന്നതാണ്. അപ്പൊ നമ്മൾ സോഴ്സ് അതെന്ത് ആവശ്യമില്ലാത്തൊക്കെ അങ്ങോട്ട് കളയാം. വീണ്ടും എൻ്റർ അടിച്ചാൽ വീണ്ടും പഴയ പോലെ ആയി. ദെൻ അവർ പറഞ്ഞ എന്താണ്? എക്സെപ്റ്റ് എന്ന് പറഞ്ഞ സോഴ്സ് കൺട്രി ആണ് അവർ പറഞ്ഞത്. ഓക്കെ. കൺട്രി നോക്കാം, അവർ പറഞ്ഞതുണ്ടോ? കൺട്രി ആണോ സ്റ്റേറ്റ് ആണോ? ക്വസ്റ്റ്യനിൽ കറക്റ്റ് അല്ലേ നോക്കണം. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈവൻസ് ദാറ്റ് ഒറിജിനൽ ഫ്രം ഓൾ കൺട്രീസ് എക്സെപ്റ്റ് ന്യൂയോർക്ക്? കണ്ടോ, ന്യൂയോർക്ക് ഇവിടെ ഇല്ല. അപ്പൊ ക്വസ്റ്റ്യനിലുള്ള തെറ്റാണ്. കൺട്രീസ് എന്നുള്ളതല്ല, സ്റ്റേറ്റ് എന്നുള്ളതാണ്. ക്വസ്റ്റ്യനിലുള്ള ചെറിയൊരു മിസ്റ്റേക്ക് ആണ്. കൺട്രീസ് അല്ല, സ്റ്റേറ്റ് ആണ് ഉദ്ദേശിച്ചത്. ഓക്കെ. അപ്പൊ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈവൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ന്യൂയോർക്ക്? കാരണം കൺട്രി ലിസ്റ്റിൽ അതില്ല. ദെൻ ഇവിടെ നമുക്ക് സ്റ്റേറ്റ് ലിസ്റ്റിൽ എന്തുണ്ട്? ന്യൂയോർക്ക് ഉണ്ട്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ന്യൂയോർക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ന്യൂയോർക്കിലുള്ള ലോഗുകൾ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ എന്താണ്, നോട്ട് ഈക്വൽ ടു ആയതുകൊണ്ട് ഇവിടെ ഒരു നോട്ട് ഈക്വൽ ടു ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് അവിടെയുള്ള ടോട്ടൽ ഈവൻസ് എത്ര എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ ന്യൂയോർക്ക് സ്റ്റേറ്റിൽ വെച്ച് ബാക്കിയുള്ള ടോട്ടൽ ഈവൻസ് എത്ര? ഓക്കെ. നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് എന്ത് ചെയ്യാം? അതിവിടെ ആഡ് ചെയ്യാം. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് പോർട്ട് ഈസ് മോസ്റ്റ് യൂസ്ഡ് ബൈ യമണ്ട? എന്തോ ആയിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? ഇതൊക്കെ എടുത്ത് മാറ്റാം. വെരി ഗുഡ്. ആദ്യം നമ്മൾ യൂസർ നെയിം പോയി നോക്കിയാൽ മതി. ആദ്യം എൻ്റർ അടിക്കണം, അത് മറക്കരുത്. അപ്പോഴേ റീസെറ്റ് ആവുള്ളൂ. ഓക്കെ. 2562 ഇവന്റ്സ്. ദെൻ നമുക്ക് പോർട്ട് വഴി പോകാം, അതിന്റെ ആവശ്യമില്ല. യൂസർ നെയിംസ് എടുക്കാം. ദെൻ യമണ്ട എന്ന് കാണിക്കുന്നുണ്ടാക്കും, അത് ക്ലിക്ക് ചെയ്യുക. ദെൻ ഇപ്പൊ നമ്മൾ കാണുന്ന എന്താണ്? യമണ്ട റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസ് ആണ്. ഓക്കെ. ദെൻ യമണ്ട റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിൽ നമ്മൾ എന്ത് ചെയ്യാം?
ജസ്റ്റ് ഒന്ന് പോർട്ട് എടുത്ത് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന പോർട്ട് ഏതാണ് എന്നുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഏതാണ്? 443. ഏറ്റവും കൂടുതലായിട്ട് ഇവർ യൂസ് ചെയ്തത് തന്നെയാണ് 443 എന്ന് പറയുന്ന ഒരു പോർട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തത്. ഇനി ഇൻഫർമേഷൻ അറിയണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് എന്താണ് എമൻഡയുടെ ലോഗ്സ് ആണ്. ഇനി എന്ത് ചെയ്യാം, ഇതിന്റെ ഉള്ളില് പ്രോട്ടോകോൾ ടൈപ്പ് ഏതാണ്? TCP പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്തത് എന്ന് പറഞ്ഞ് 443 TCP പ്രോട്ടോകോൾ ആണ്. ദെൻ തുറന്നു നോക്കാം ഓരോന്നും. പോർട്ട് നമ്പർ എത്രയാണ്? 443 ആണ്. വേറെ പോർട്ടിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. ദെൻ അപ്പൊ നമ്മൾ എന്താണ് ഉത്തരം 443. ഇനി ഇവിടെ ഒരു ചോദ്യം ഉണ്ടല്ലോ, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഈവൻസ് ദാറ്റ് ഒറിജിനേറ്റഡ് ഫ്രം ഓൾ സ്റ്റേറ്റ് എക്സെപ്റ്റ് ന്യൂയോർക്ക് എന്ന് പറഞ്ഞു. ദെൻ നമുക്കിവിടെ പറയാണ് അവര് ഇനി അതിനകത്ത് ന്യൂയോർക്ക് അല്ലാത്ത വേറെ സ്റ്റേറ്റുകളും കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ നമുക്കത് വീണ്ടും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? യൂസർ നെയിം. ജസ്റ്റ് നമ്മളത് വീണ്ടും ന്യൂയോർക്ക് ഏതെങ്കിലും സ്റ്റേറ്റ് എന്ന് എടുക്കുക. ഇത് ന്യൂയോർക്ക് എന്നാണ് നമ്മൾ ടൈപ്പ് ചെയ്തത്. നേരെ നമ്മൾ റീസെറ്റ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ദെൻ യൂസർ നെയിംസ് യമണ്ട എന്നെടുക്കണം. ദെൻ പോർട്ട് നമ്പർ, ഒരു പോർട്ട് നമ്പർ തന്നെ ഉള്ളു. ഓക്കെ, തിരിച്ച് വീണ്ടും ലോഗ്സ് എടുത്തു. നമ്മൾ നേരത്തെ എന്താണ് സോഴ്സ് സ്റ്റേറ്റ് ഏതായിരുന്നു പറഞ്ഞ? ന്യൂയോർക്ക്. ഓക്കെ, നോട്ട് ഈക്വൽ ടു. അപ്പൊ നമ്മൾ എന്താണ് നോട്ട് ഈക്വൽ ടു ന്യൂയോർക്ക്. ദെൻ ആൻഡ് നമുക്കിവിടെ ആൻഡ് കൊടുക്കാം. അതിങ്ങനെ ക്യാപിറ്റൽ എഴുതി കൊടുത്താലും കുഴപ്പമില്ല. ആൻഡ് ദെൻ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി സോഴ്സ് IP വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ഫിൽറ്ററിങ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊടുത്തത് ന്യൂയോർക്ക് ആൻഡ് ആരത് മതി എനിക്ക്? എല്ലാവരും വേണമെന്നില്ല. ആരതാണ്? റോക്കിന്റെയും കൂടി വേണം. ഓക്കെ, സ്റ്റോഴ്സ് നെയിം ന്യൂയോർക്ക് നേരെ കൊടുത്താലും മതി. ആൻഡ് യൂസർ നെയിം ഈക്വൽ ടു ലോക്ക് അല്ലെങ്കിൽ സ്ട്രീം റോക്ക് എന്ന് കൊടുത്താലും മതി. 60 ഇവന്റ് ഉണ്ട് റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത്. പിന്നെ നോട്ട് ന്യൂയോർക്ക് റിലേറ്റഡ് ആയിട്ടുള്ളത് ഡാറ്റ എത്ര ഉണ്ട്? 60 ഉണ്ട്. ഓക്കെ, ദെൻ എനിക്കിത് മാത്രം പോരാ, എന്തുകൂടി വേണം? ആൻഡ് വേറെ ഒരു നെയിം കൂടി. യൂസർ നെയിം ആരുടെ എന്തായിരുന്നു? നേരത്തെ ഒരു യൂസർ നെയിം നമുക്കിവിടെ പേരുണ്ടായിരുന്നു. യൂസർ നെയിമും രണ്ടു പേരൊന്നും കാണില്ലല്ലോ. യൂസർ നെയിം ആൻഡ് അല്ല, നമ്മൾ കൊടുക്കേണ്ടത് എന്താണ്? ഓവറാണ്. കാരണം എന്താണ്? യൂസർ നെയിം ഒരേ ലോഗില് യൂസർ നെയിം രണ്ട് യൂസർ നെയിം ഉണ്ടാവില്ലല്ലോ, ഒരു യൂസർ നെയിം അല്ലേ. യൂസർ നെയിം ഓവറാണ് കൊടുക്കേണ്ടത്. ദെൻ യൂസർ നെയിം റോക്ക് ഓർ സോഴ്സ് സ്റ്റേറ്റ് ന്യൂയോർക്ക്. ന്യൂയോർക്ക് അല്ലാത്തടത്തുനിന്ന് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? യമണ്ടയുടെ ലോഗും കാണാൻ പറ്റുന്നുണ്ടാക്കും. അതേപോലെ റോക്കിന്റെ ലോഗുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ഇതിൽ നോക്കിയാൽ മതി എന്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, യൂസർ നെയിംസ് നമ്മൾ യമണ്ട